കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി അകൽച്ചയില്ലെന്നും ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് തങ്ങളെന്നും കെ സുധാകരൻ പറഞ്ഞു. പാർട്ടിയുമായി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നത് സത്യമാണെന്നും, എന്നാൽ KPCC നേതൃത്വത്തിന് എതിരെ AICC നേതൃത്വത്തിന് താൻ കത്തയച്ചിട്ടില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കി. അതിൽ ദുഃഖമുണ്ട്, അത് തിരുത്തുകയാണ് ഞാൻ. ഞാൻ തിരുത്തുകയാണ്. തിരുത്താനാണ് ഞാൻ വന്നത്. ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം, പക്ഷേ അത് ബോധപൂർവമല്ല. ഇന്ന് നമുക്കതൊരു അനിവാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാം ഇവിടുത്തെ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം അത് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. ഞാനും ശ്രീമാൻ സുധാകരൻ തമ്മിലുള്ള ബന്ധം അത് ദീർഘകാലത്തെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഉലച്ചിലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് പരിഹരിക്കേണ്ട ഭാഗമായിട്ടാണ് എനിക്ക് ഒരു AICC പ്രസിഡന്റിനും എനിക്ക് കത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. എനിക്ക് ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അത്രയും ബന്ധമുണ്ട്. ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലില്ല. അങ്ങനത്തെ ഒരു ഗതികേടൊന്നും എനിക്കില്ല. ഒരു കത്തയക്കേണ്ട ഗതികേടൊന്നും. ഞാൻ കത്ത് അയച്ചിട്ടുണ്ട് എങ്കിൽ കത്ത് അയച്ചു എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുമില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഡോക്ടർ ശശി തരൂർ MPയുടെ നിലപാട് മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ശശി തരൂരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുമെന്നും കെ സുധാകരന്റെ പ്രതികരണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പദപ്രയോഗം അദ്ദേഹം ഉപയോഗം നടത്തി എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അകത്ത്. അത് അദ്ദേഹം തന്നെ സംസാരിച്ച് തിരുത്തി. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയിലധികം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അദ്ദേഹത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. സമീർ സിംഹുവിനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, ഈ ഡൽഹിയിൽ നടന്ന ആ യോഗം, അതിനുശേഷം ഐക്യാഹ്വാനമുണ്ടായി, പിന്നാലെയാണല്ലോ കൂടിക്കാഴ്ചകളൊക്കെ. സമീർ, തീർച്ചയായും അത്തരമൊരു കൂടിക്കാഴ്ചയിൽ പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം ആ നീരസം പ്രകടമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസിൽ ശക്തമായി. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന വാർത്തകൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് അയച്ച ഒരു കത്തുമായി ബന്ധപ്പെട്ടാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP വടകരയിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത്. 5 മണിയോട് കൂടെ വന്ന അദ്ദേഹം 6:30 വരെ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട ചർച്ചയായിരുന്നു. വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്നും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു. ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കി. പാർട്ടിക്ക് കണ്ണൂരിൽ വലിയ അടിത്തറ പാകിയ വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇനി പാർട്ടി മുന്നോട്ട് പോകുക. തങ്ങൾക്കിടയിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന കാര്യമാണ് നേതാക്കൾ പറഞ്ഞത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി ഇനി ചേർന്ന് പ്രവർത്തിക്കും. മാത്രമല്ല, താൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, അങ്ങനെ ഒരു കത്തയക്കേണ്ട ആവശ്യമില്ല എന്നൊരു പ്രതികരണമാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ശരി സമീർ, ഏതായാലും അത് പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു. കോൺഗ്രസിൽ ഐക്യ ആഹ്വാനം ഉണ്ടായ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നുവെന്നാണ് സമീർ സിംഹ് ഇപ്പോൾ അറിയിക്കുന്നത്.